നമസ്കാരം. ദില്ലിയിൽ ദീപാവലി ആഘോഷമൊക്കെ കഴിഞ്ഞതിനു ശേഷം രൂക്ഷമായ രീതിയിൽ വായു മലിനീകരണമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാർ ഇതിനെ ഈ ഒരു വായു മലിനീകരണം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കൃത്രിമ മഴ പെയ്യിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. എല്ലാ വർഷവും ഇതുപോലെ ദീപാവലി ആഘോഷങ്ങൾ ദില്ലിയിൽ വലിയ രീതിയിൽ നടക്കുന്നു. അതിനുശേഷം ഒരു രൂക്ഷമായ രീതിയിൽ തന്നെ വായു മലിനീകരണം ഉണ്ടാകുന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് വരുന്നു. കൂടാതെ മാസ്ക് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമെന്ന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇക്കൊല്ലവും അതിനൊരു മാറ്റം വന്നിട്ടില്ല എന്നതാണ് വസ്തുത. അങ്ങനെ കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്നതിനുള്ള ക്ലൗഡ് സീഡിംഗ് നടപ്പാക്കാമെന്ന് സർക്കാർ തീരുമാനിക്കുന്നു. പക്ഷേ ആ ഒരു പദ്ധതി ഇന്നലെ ദില്ലിയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാൺപൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ദില്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തിട്ടില്ല. അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ കുറവായതാണ് ക്ലൗഡ് സീഡിംഗ് പരാജയപ്പെടാൻ കാരണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. നഗരത്തിലെ ശരാശരി വായു ഗുണനിലവാരം സൂചിക ബുധനാഴ്ച രാവിലെ 8 മണിക്ക് 306 ആയിരുന്നു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിവരപ്രകാരം വളരെ മോശം വിഭാഗത്തിലാണ് ഇത് രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട് കൃത്രിമ മഴ പെയ്തില്ല എന്ന ചോദ്യത്തിൽ ചൊവ്വാഴ്ച നടന്ന ക്ലൗഡ് സീഡിംഗ് പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം അന്തരീക്ഷത്തിലെ ഈർപ്പം വളരെ കുറവായിരുന്നത് കൊണ്ടാണെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിൻഹ പറഞ്ഞു. സിൽവർ അയോഡൈഡ് അല്ലെങ്കിൽ ഉപ്പ് അടിസ്ഥാനമാക്കിയുള്ള സംയുക്തങ്ങൾ പോലുള്ള സീഡിംഗ് ഏജന്റുകൾക്ക് മഴയെ കൃത്രിമമായി പെയ്യിക്കാൻ സാധാരണയായി 50% ഈർപ്പം ആവശ്യമാണ്. ചൊവ്വാഴ്ചത്തെ ക്ലൗഡ് സീഡിംഗ് സമയത്ത് ഈർപ്പത്തിന്റെ അളവ് ആ പരിധിക്ക് വളരെ താഴെയായിരുന്നു. IIT കാൺപൂരും ഡൽഹി സർക്കാർ ഉദ്യോഗസ്ഥരും പറയുന്നതനുസരിച്ച് 10 മുതൽ 20% വരെയായിരുന്നു കണക്കാക്കുന്നത്. മേഘാവൃതമായ മൂടൽമഞ്ഞിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും ആവശ്യത്തിന് ഈർപ്പം ഇല്ലാത്തതിനാൽ ക്ലൗഡ് സീഡിംഗിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നും ഇത് മഴ പെയ്യിക്കാനുള്ള അവയുടെ കഴിവിനെ പരിമിതിപ്പെടുത്തിയെന്നും പരിസ്ഥിതി മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. സാധാരണയായി നമുക്ക് 50%-ൽ കൂടുതൽ ഈർപ്പം ആവശ്യമാണെന്നാണ് ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് പറഞ്ഞത്. IIT കാൺപൂർ പരീക്ഷണം നടത്തി നമ്മൾ അവരെ ആശ്രയിച്ചിരുന്നു. 10 മുതൽ 15% ഈർപ്പമുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലൗഡ് സീഡിംഗ് നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഈ പരീക്ഷണം നടത്തിയത്. IIT കാൺപൂർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതിനാൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിർഭാഗ്യവശാൽ നിലവിലുള്ള മേഘങ്ങളിൽ ഉയർന്ന ഈർപ്പം ഇല്ലാത്തതിനാൽ ക്ലൗഡ് സീഡിംഗ് പരാജയപ്പെട്ടെന്ന് IIT കാൺപൂർ ഡയറക്ടർ പ്രൊഫസർ മനീന്ദ്ര അഗർവാൾ വ്യക്തമാക്കി. ഈർപ്പം 15 മുതൽ 20% വരെ മാത്രമായിരുന്നു. അതിനാൽ ഇത്രയും കുറഞ്ഞ ഈർപ്പമുള്ളപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യതയില്ല. ദില്ലിയുടെ ചില ഭാഗങ്ങളിൽ മേഘസാന്നിധ്യമുണ്ടെങ്കിലും ക്ലൗഡ് സീഡിംഗിന് ആവശ്യമായ ഈർപ്പമില്ല എന്നും അഗർവാൾ വ്യക്തമായി പറയുന്നുണ്ട്. മേഘാവൃത്തത്തിൽ വളരെ കുറച്ച് ഈർപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞങ്ങളുടെ സംഘം കണ്ടെത്തിയത്. ഞങ്ങൾ പറന്നിറങ്ങിയ ഭാഗത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അതിനാൽ കൃത്രിമമായ മഴ പെയ്യിക്കാൻ സാധിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. IIT കാൺപൂരിന്റെ ഔദ്യോഗിക ഡേറ്റ പ്രകാരം ദില്ലിയുടെ ചില ഭാഗങ്ങളിൽ വളരെ ചെറിയ ചാറ്റൽ മഴയാണ് ലഭിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെ നോയിഡയിൽ 0.1 മില്ലിമീറ്ററും ഗ്രേറ്റർ നോയിഡയിൽ 0.2 മില്ലിമീറ്ററും മഴ പെയ്തതായി IIT കാൺപൂർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദില്ലി സർക്കാരിന്റെ കണക്കനുസരിച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷം വായുവിന്റെ ഗുണനിലവാരത്തിൽ നേരിയ പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ റൗണ്ട് സീഡിംഗിന് ശേഷം മയൂർ വിഹാർ, കരോൾ ബാഗ്, ബുരാരി എന്നിവിടങ്ങളിൽ PM 2.5 ലെവലുകൾ യഥാക്രമം 221, 230, 229 എന്നിവയിൽ നിന്ന് 207, 206, 203 ആയി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത്. അതുപോലെ അതേ PM 10 ലെവൽ 207, 206, 209 എന്നിവയിൽ നിന്ന് 177, 163, 177 ആയി കുറഞ്ഞുവെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.